അമേരിക്ക ഇറാൻ യുദ്ധം ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരു പോയിന്റിലാണ് ഇപ്പം ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് പല പ്രാവശ്യവും പറഞ്ഞു ഇറാനോട് യുദ്ധം ഇനി ഇറാൻ ആക്രമിച്ചാൽ മാത്രമേ അമേരിക്ക അങ്ങോട്ട് ആക്രമിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനൊരു ഡീല് നടക്കുന്നുണ്ട്, പലരും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം, പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് പറഞ്ഞ് കുറേ നാളുകളായി ഈ യുദ്ധം തന്നെ കൊണ്ടുപോകുന്നു. അപ്പം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം എന്ന എല്ലാവരുടെയും ഒരാവശ്യവും കൂടി ആയ സ്ഥിതിക്ക് ഇത് ഇറാനുമായിട്ടൊരു ഡീലുണ്ടാക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാവുകയും ചെയ്തു. പക്ഷേ അങ്ങനെ തയ്യാറായപ്പോഴാണ് ഇറാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡും കൂടെ കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് ഒരു നെഗോഷിയേഷനും ഞങ്ങൾ തയ്യാറല്ല, പക്ഷേ ഞങ്ങൾക്ക് യുദ്ധത്തിൽ വന്ന കേടുപാടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതുമൊക്കെ ഞങ്ങളുടെ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി, അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറും കൈമോശം വന്നു, അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു, ഞങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്നോണം അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നിട്ടാണല്ലോ ഞങ്ങളെ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം എന്നോണം $300 മില്യൺ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായി തരണം എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഏതാണ്ട് 26 ലക്ഷം കോടി രൂപ, അതാണ് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഏറ്റവും ലാസ്റ്റ് ഇന്നലത്തെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ പറയുന്ന ഒരു കാര്യം. ഏതാണ്ട് $300 ബില്യൺ കോമ്പൻസേഷൻ ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ. അതിനൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്ലബ് ചെയ്ത് വേറൊരു കാര്യം കൂടി പറയുകയാണ്. കാരണം ഈ ഹോർമുസ് തുറക്കുക, അപ്പം ഹോർമുസ് ഇനി തുറക്കണം, ബാക്കി എല്ലാ ലോകരാജ്യങ്ങൾക്കും അത് അത്യാവശ്യമാണ്. ഹോർമുസിലൂടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കുമൊക്കെ ഈ യുദ്ധം ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ സ്ഥിതിക്ക് ക്രൂഡ് ഓയിലിനൊക്കെ വില കൂടിയല്ലോ. അപ്പം ഹോർമുസ് ഇനി തുറക്കേണ്ടത് ലോകരാജ്യങ്ങളുടെ അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇറാൻ ഇതും പറയുകയാണ്. കാര്യം ഈ $300 ബില്യൺ കോമ്പൻസേഷൻ തരാൻ അമേരിക്കയും ഇസ്രയേലും തയ്യാറാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഹോർമുസ് തുറക്കുകയുള്ളൂ എന്നാണ് ഇറാൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. ഇനി ഇറാൻ അവകാശപ്പെടുന്നത് ഇത് വെറും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാര്യം ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇറാനും ഇറാൻ്റെ ഭരണാധികാരികളും കൂടി ചേർന്ന് എടുത്ത തീരുമാനം തന്നെയാണ്. കാര്യം അവരങ്ങനെ പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ഹോർമുസ് തുറക്കാൻ പറഞ്ഞാൽ ഉടനെ തുറക്കാനോ ഒന്നും അവർ തയ്യാറായില്ല. അവർക്ക് ഇനി കോമ്പൻസേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ അവർ യുദ്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഏത് നിമിഷവും ഞങ്ങളിൽ നിന്ന് ആക്രമണം പ്രതീക്ഷിക്കാം. ഇനി ഞങ്ങളുടെ മണ്ണിലേക്ക് അമേരിക്കയുടെ ആരെങ്കിലും വന്ന് കാലുകുത്തുകയും ചെയ്ത് അവരുടെ കാലുകൾ വെട്ടുകയും അല്ലെങ്കിൽ അവരെ കൊല്ലുകയും ഒക്കെ ചെയ്യുമെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. ഇപ്പം ഇറാൻ പറയുന്നത് ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ നാശം വന്നു പോയിട്ടുണ്ട്, അതുപോലെ എനർജി ഫെസിലിറ്റീസ് എല്ലാം നശിപ്പിക്കപ്പെട്ടു, അത് സാമ്പത്തിക നഷ്ടം ഇറാനുണ്ടായി, അതും ഒരു പരിധിക്കപ്പുറത്തോട്ട്. കാര്യം ഇസ്രായേലാണ് ആദ്യം യുദ്ധം തുടങ്ങിയത്, അന്ന് മുതലേ അമേരിക്കയും ഇസ്രായേലിനോട് സഖ്യം ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട റീകൺസ്ട്രക്ഷൻസ് ഒക്കെ ഇനി നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ സാങ്ഷൻസ് മൂലമുള്ള നഷ്ടങ്ങളുണ്ട്, ഒരുപാട് സൈനിക താവളങ്ങളുണ്ട്, IRGC പോലെയുള്ള ഇറാൻ്റെ ഏറ്റവും പുതിയ പ്രതിരോധ സംവിധാനങ്ങളും അതൊക്കെ തന്നെ അതിൻ്റെ കുറേ നാശനഷ്ടങ്ങൾ ഇറാന് സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്രയധികം രൂപയുടെ അത്യാവശ്യമുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഇത് അമേരിക്കയുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഡീല് വെച്ചപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക പറയുന്നത് ഇറാനല്ല ഇത്രയും രൂപ കൊടുക്കേണ്ടത്, തിരിച്ച് ഞങ്ങൾക്കാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമിക്കപ്പെട്ടതെന്നും അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ താവളങ്ങളെല്ലാം അവരുടേതായിട്ടുള്ള ഏറ്റവും റഡാർ സംവിധാനങ്ങൾ വരെ ഇറാൻ തകർത്തു. അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഇറാൻ എത്രയോ നാശനഷ്ടങ്ങൾ വന്നു, അതിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നും അമേരിക്ക പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു കോംപ്രമൈസിൽ എത്തുന്ന ഒരു കാര്യമല്ല. ഇതിൽ ഏത് സമയവും യുദ്ധം തീർന്നു എന്ന് നമ്മളൊക്കെ വിചാരിച്ചാൽ പോലും യുദ്ധം തീരുന്ന മട്ടില്ല. കാര്യം അങ്ങോട്ട് പരസ്പരം ആക്രമിക്കുന്നില്ലെങ്കിൽ പോലും അവർ ഈ പല ഡീലിനും തയ്യാറായി എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസിൽ ഈ യുദ്ധത്തെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും പറ്റുന്നുമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ഇതിനകത്ത്
ഈ മിലിറ്ററി ത്രെറ്റ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ അമേരിക്കയിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങൾ, അവരുടെ ഒരുപാട് മിസൈൽസുകൾ, ഡ്രോണുകൾ, ഇതെല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇറാൻ്റെ ഡ്രോണും മിസൈൽ ആക്രമണവും അവരുടെ സൈനികരും അവരുടെ ആയുധ ശേഖരങ്ങളും എല്ലാം അവർക്കും നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആരാണ് ഇതിനകത്ത് ബേസിക് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നിട്ടാണല്ലോ ഇറാനെ ആക്രമിച്ചത്. അപ്പോൾ നമുക്ക് ആരാണ് ഇതിനകത്ത് ഏറ്റവും, പക്ഷേ ഇറാനാണെങ്കിലും ഭയങ്കര വാശിയുള്ള രാജ്യം തന്നെയാണ്. അവരും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. അമേരിക്ക എന്ത് ലോകശക്തിയാണെങ്കിലും, എത്ര ആയുധ ശേഖരം ഉണ്ടെങ്കിലും, എത്ര ഫിനാൻഷ്യലി അവർ എത്ര ബെറ്റർ കണ്ടീഷൻ ആണെങ്കിലും ഇറാനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇറാൻ്റെ ഏറ്റവും പരമോന്നതനായ നേതാവിനെ വരെ അമേരിക്ക കൊന്നു കളഞ്ഞു എന്നും ഇറാൻ പറയുന്നുണ്ട്. ഖമേനിയെ കൊന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്നു, മകൻ്റെ ഭാര്യ പോയി, അങ്ങനെ ഒരുപാട് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വിയോഗങ്ങൾ പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് എന്നാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരികളും ഒക്കെ പറയുന്നത്. അപ്പോൾ ഒരുപാട് ഈ യുദ്ധം കൊണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ദുരന്തം സംഭവിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് ഇങ്ങനെയേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ട്രംപ് ഇപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാൻ ഒരു ആണവ രാഷ്ട്രമാണെന്ന് പറയുന്നുണ്ട്. ഇറാന് ശരിക്കും പറഞ്ഞാൽ പിക്കാക്സ് മൗണ്ടനിലൊക്കെ ഇറാൻ്റെ ആണവ ശക്തി, യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ഇറാനുണ്ടെന്നും അറിയാം. അപ്പം അത് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനും ഇറാൻ ഇനിയും ശ്രമിച്ചേക്കും. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റ് തീർച്ചയായിട്ടും നിർത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഹോർമുസ് തുറക്കേണ്ട ഒരു ആവശ്യവും ലോകരാജ്യങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ, അതുപോലെ മിസൈലിൻ്റെ കേപ്പബിലിറ്റി സംബന്ധിച്ചിട്ടൊരു നിയന്ത്രണം ഇറാൻ ആവശ്യമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇറാൻ ഒരു കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ മുഴുവൻ ശക്തിയും ഇതിനെടുത്താലും, എന്ന് വെച്ചാൽ അതിനധികമായിട്ടുള്ള അമേരിക്കയിൽ ശേഖരങ്ങളുണ്ട്, ആയുധ ശേഖരങ്ങളുണ്ട്, സൈനിക പട്ടാളങ്ങളുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഒരു തരത്തിലും പിന്നിലോട്ടല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറാനെ ആക്രമിക്കാൻ ഇനിയും ഒരു ആക്രമണം വേണ്ടി വന്നാൽ പോലും അമേരിക്കയ്ക്ക് അത് വളരെ സില്ലിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. യാതൊരു പ്രശ്നവും ഇല്ല അമേരിക്കയ്ക്ക്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഒരൊറ്റയടി പിന്നോട്ടില്ല. ഇറാൻ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് വേണമെങ്കിൽ ഇത്രയധികം $1 ബില്യൺ ആവശ്യവുമാണ്. പക്ഷേ ഇത് ഇന്ത്യയെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്രൂഡ് ഓയിലിൻ്റെ വില തന്നെയാണ്. കാര്യം ക്രൂഡ് ഓയിലിന് വില കയറി, നമ്മൾ എത്തനോൾ പെട്രോൾ ആണെങ്കിലും അത് അങ്ങനത്തെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളാക്കുകയാണെങ്കിലും ഈ ക്രൂഡ് ഓയിലും സാധാരണ പെട്രോൾ ഉപയോഗിക്കുന്നവരും ഒക്കെ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ രാജ്യത്തും ഓടുന്നുണ്ട്. അതുപോലെ ഗ്യാസിൻ്റെ ഷോർട്ടേജ് വരും. അന്നത്തെ തന്നെ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഗ്യാസും ഷോർട്ടേജ് വരികയും ഹോട്ടലുകളൊക്കെ നിൽക്കും. അപ്പോൾ ഇന്ത്യയെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ അഫക്റ്റ് ചെയ്യും. അതുപോലെ ഷിപ്പിംഗ് ചാർജസ് ഒക്കെ കൂടുന്നത് കൊണ്ട് തന്നെ ഈ ഇന്ത്യയിലേക്ക് വരുന്ന സാധനങ്ങളുടെ ചരക്ക് കൂലിയൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യയിൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പ്രത്യേകിച്ച് മലയാളികൾ തന്നെ ഗൾഫിൽ താമസിക്കുന്നവരുണ്ട്. അപ്പം ആ ഗൾഫ് മലയാളികളുടെ അവസ്ഥയും വളരെ മോശമാണ്. അതുകൊണ്ട് ഈ യുദ്ധം നീണ്ടു പോകുന്തോറും ഇന്ത്യയെ ഇത് അഫക്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പം തൽക്കാലത്തേക്ക് രണ്ട് രാജ്യങ്ങളും അധികം ആക്രമിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ കോംപ്രമൈസ് ഡീല് നടക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു തരത്തിലും ഇത് സോൾവ് ചെയ്യാനുള്ള പരിപാടി ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.